അപ്പോൾ നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ പള്ളി വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് നോക്കിയാൽ നല്ല തണുപ്പുണ്ട്, നല്ല കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ പോകുന്ന വഴികളിൽ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റൂല, പോയി തന്നെ കാണണം. സ്റ്റേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ റൂം എടുത്തിട്ട് സ്റ്റേയോ റിസോർട്ടിലോ ഒന്നുമല്ല, നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ടെൻറ്റിലാണ് കേട്ടോ. ഇതാണ് ഞങ്ങളെ വീട്. ഈ വീട് വെച്ചിട്ടാണ് ഞങ്ങൾ തെണ്ടാൻ പോകുന്നത്. എവിടെ അടിക്കാൻ സ്ഥലം തരുന്നോ അവിടെ ഞങ്ങൾ അടിക്കും. അതേപോലെ കിടന്നുറങ്ങും, സുഖം സുന്ദരം. അവിടെ ബാഗ് ഉള്ളിൽ വെച്ച് കിടന്നൂടെ? തലക്ക് വെച്ചിട്ട് രാവിലെ ബാഗിലുണ്ടായി കഴിഞ്ഞാൽ കോമഡിയോ. ഇന്നെ ഉള്ളൂ തണുപ്പ്, നാളെ തണുപ്പൊന്നുമില്ല. കാരണം നാളെ ചൂട്, നാളെ ഒടുക്കത്തെ ചൂടായിരിക്കും. നാളത്തെ റൂട്ടൊക്കെ ഇനി ചൂട്, ഏറ്റവും കർണാടകയിലെ ഏറ്റവും ചൂടുള്ള സ്ഥലത്ത് കൂടെയാണ് ഇനി നമ്മളെ യാത്ര പോകുന്നത്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നു കേട്ടോ. നമ്മളെ സമയം വെറുതെ വേസ്റ്റ് ആവുകയാണ്. ഇനി എന്തായാലും നമുക്ക് ചിക്ക്മാംഗ്ലൂർ 40 കിലോമീറ്റർ ഓടാണ്ട്. അപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട്, നനയോന്ന് അറിയില്ല. ഇനിയിപ്പോൾ പോകുന്ന വഴികളിൽ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റൂല, പോയി തന്നെ കാണണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാം. കാപ്പിച്ചെടികൾക്ക് വെള്ളം നിറക്കണുണ്ടോ? ഫുള്ള് കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ, ഫുള്ള് കാപ്പിത്തോട്ടങ്ങൾ. കാപ്പിനാടു, കാപ്പിയുടെ നാടാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് കാപ്പി വന്ന സ്ഥലമാണ് ഈ ചിക്ക്മാംഗ്ലൂർ. ചിക്ക്മാംഗ്ലൂരിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മുടികര ടൗൺ ആണ് കേട്ടോ, മുടികര സിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുടികര സിറ്റി. അതെന്താ സ്കൂളാണോ പൊളിക്കുന്നത്? സ്കൂള് പുതുക്കി പണിയാ തോന്നണോ? മുടികര സിറ്റി അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ചിക്ക്മാംഗ്ലൂരിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഈ മുടികര. അതേ ഒരു കാലാവസ്ഥ, മഞ്ഞും കോടയും മഴയൊന്നും ഉണ്ടാവണമെന്നില്ല, എന്നാലും ഇവിടെ ഒരു തണുപ്പുള്ള കാലാവസ്ഥ, നല്ല രസമാണ്. ഇതാ ബസ് സ്റ്റാൻഡ്, മുടികര ബസ് സ്റ്റാൻഡാണ്. കാപ്പിത്തോട്ടൊക്കെ നോക്കിയാ വലിയ എസ്റ്റേറ്റുകൾ കേട്ടോ, ബടാ എസ്റ്റേറ്റുകൾ ഒക്കെ കാപ്പിത്തോട്ടമാണ്. റബ്ബർ തോട്ടം പോലെ, റബ്ബർ തോട്ടം. അതിൻ്റെ ഇടയിൽ പൈൻ മരങ്ങളുണ്ട്, പിന്നെ ഓറഞ്ചിൻ്റെ മരങ്ങൾ കാണാനുണ്ട്, മാങ്ങ, അങ്ങനെ ഒരുപാട് മരങ്ങൾ വരുന്നുണ്ട്. നല്ല റോഡ്. ഇവിടെ നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഇത്ര നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു തണുപ്പുണ്ടാവില്ല, ആ തണുപ്പുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ബോഡിയൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഒരു ചായ ഒക്കെ കുടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? കണക്കില്ലേ? ഹാണ്ടി അവിടെ ഒരു ചായക്കട ഉണ്ട്, അത് ചായ ഉണ്ട്. ഇതിനെ കയറ്റി ഹാസന. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചായക്കടയിൽ സൈഡാക്കിണ്ട് കേട്ടോ. എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിക്ക്മാംഗ്ലൂർ വന്നിട്ട് നമ്മളൊരു കോഫി കുടിക്കാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. പോണില്ല, അത് വേറെ കേസ്. അപ്പോൾ 2 കോഫി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, 2 കോഫി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കട്ടെ. ഒറിജിനൽ കോഫിയുടെ നാട്ടിൽ നിന്നാണ് നമ്മൾ കോഫി കുടിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ തന്നെ ഇവിടെയാണ് ആദ്യമായിട്ട് കോഫി വന്നത്. എന്താ ലഡുവാ? എന്നത് ഇത് മതി. ആ കോക്കനട്ട് നൈസല്ലേ, അടിപൊളി, സൂപ്പർ. അപ്പോൾ ആള് മംഗലാപുരത്തുള്ള ആളാണ് കേട്ടോ. ഇതാ ഇവന്റെ നാട്ടുകാരനാണ്. അപ്പം ഞങ്ങളിവിടെ എത്തിയിട്ട് ഇങ്ങനെ പരിചയപ്പെട്ട് ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് തുറന്നിട്ടുള്ളൂ, ഇത്ര കട ഇപ്പം തുറന്നിട്ടുള്ളൂ. അതുകൊണ്ട് സ്നാക്സ് ഒന്നുമില്ല. അവിടെ മുറുക്ക്, കോഫി അടിപൊളി കേട്ടോ. കോഫി ഇതാ ഒരു മീഡിയം സ്ട്രോങ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു എന്താ പറയുക, മായം ചേർക്കാത്ത ചായ ആണെങ്കിലും മായം ചേർക്കാത്ത കോഫി ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ടേസ്റ്റ് അത് വേറൊരു സ്ഥലമാണ്, വേറൊരു ടേസ്റ്റാണ്. അത് ആ സ്ഥലത്ത് തന്നെ വന്നിട്ട് കുടിക്കണം. അതന്നെ അവിടുന്ന് പറിക്കണോ, ഇവരെന്നെ മില്ലിൽ പൊടിക്കണോ, ഇവിടെ തന്നെ കൊടുക്കണോ, അത്രയുള്ള പരിപാടി. നമ്മൾ കോഫിയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഇതവിടെ ഈ മുള വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതവിടെ ഏണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട്. പിന്നെ അത് കൊട്ടയൊക്കെ ഉണ്ടാക്കുന്ന കണ്ടോ, മുള വെച്ചിട്ട്. അപ്പം അങ്ങനത്തെ ഒരു പരിപാടി. അവിടെ കുറേ ചെറിയ ഇതുകൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ കൊട്ട നെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്.
ഇതൊക്കെ വില്ലേജുകളാണ് കേട്ടോ, അതൊക്കെ വീടുകളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ വന്ന്, ഇതൊന്നും എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും വന്നിട്ട് അങ്ങനെ സംസാരിച്ച് ഇതാക്കാനൊന്നും പറ്റൂല. ഇപ്പോൾ ഇവളുകൊണ്ട് പറ്റിയാണ്. ഞാൻ അവൻ്റെ ചോദിക്കാൻ പറഞ്ഞ് അവസാനം ചോദിച്ചു. ഒരു കുളിയൊക്കെ കഴിഞ്ഞു. രാവിലെ ഇറങ്ങിയപ്പോൾ കുളിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് പമ്പിൽ നിന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടുത്തെ ഒരു രാത്രി വൈബുകൾ എന്താണെന്ന് നമ്മൾ അറിയുന്നത് കേട്ടോ. നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ റൂം എടുത്തിട്ട് സ്റ്റേയോ റിസോർട്ടിലോ ഒന്നുമല്ല. നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ടെൻറ്റിലാണ് കേട്ടോ. അതിനൊരു സ്ഥലത്ത് നമ്മൾ പെർമിഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്. നോക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ടെൻ്റ് അടിക്കും. അല്ലെങ്കിൽ വേറെ വഴിയൊന്നുമില്ല. ഇവിടെ എവിടെയെങ്കിലൊക്കെ നിന്നിട്ടോ ഇരുന്നിട്ടോ കിടന്നിട്ടോ നേരം വെളുത്തിട്ട് നമുക്ക് ഇവിടുന്ന് പോകുന്നുള്ളൂ. എന്തായാലും ലോ ബഡ്ജറ്റ് പരിപാടിയാണ്. എക്സ്പെൻസേ ഇല്ല. ഫുഡിന് മാത്രം, ഫുഡ് പെട്രോളും മാത്രം നമ്മൾ എക്സ്പെൻസ് കാണുന്നുള്ളൂ. താമസത്തിനൊന്നും ഒരു എക്സ്പെൻസ് 10 പൈസ ചിലവാക്കാതെ എങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടാൻ പറ്റുമോ ആ പരിപാടിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ പമ്പിൽ നിന്ന് ഇറങ്ങട്ടെ. കുറച്ച് ലഗേജുകൾ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് ഇറങ്ങട്ടെ. നമുക്ക് കുറച്ച് നേരം പോസ്റ്റ് ഉണ്ട്. 10 മണിക്ക് ശേഷം നമുക്ക് അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. കാരണം അതൊരു ഷോപ്പാണ്. ഇവൻ്റെ നാട്ടുകാരനെ പരിചയപ്പെട്ടില്ല, ഇവൻ്റെ നാട്ടുകാരൻ്റെ ഷോപ്പാണ്. അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതുവരെ കുറച്ച് പരിപാടികളുണ്ട്. നോക്കട്ടെ, അവിടെ കുറച്ച് നേരം പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആവട്ടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. 2 ബിരിയാണിയൊക്കെ കഴിച്ച് അത്യാവശ്യം കുഴപ്പമില്ല. നല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കർണാടകയിൽ നിന്ന് ഒരു ബിരിയാണി കഴിക്കുന്നത്. അത് ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടിക്കോളണമെന്നില്ല. ഇപ്പം ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് നമുക്ക് ഊണ് കിട്ടി, വൈകിട്ട് ബിരിയാണി കിട്ടി. പക്ഷെ നാളെ അങ്ങനെ കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല ഫുഡ് ആവാമെന്ന് വിചാരിച്ചിട്ട് കഴിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ പള്ളി വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് നോക്കിയാൽ നല്ല തണുപ്പുണ്ട്, നല്ല കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കട ഉണ്ടോ, ആ ഷോപ്പ്, ആ ചായക്കടയിലാണ് നമുക്ക് ടെൻ്റ് അടിക്കുക. ഈ ചായക്കടയുടെ ഫ്രണ്ടിൽ ആ വണ്ടി നിർത്തിക്കണുണ്ടോ, ആ വണ്ടി നിർത്തി ആ സ്പോട്ടിലായിരുന്നു നമുക്ക് ടെൻ്റ് അടിക്കാൻ പെർമിഷൻ തന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് വേറെ വഴിയില്ല, തിരിച്ചു പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെ റൂം എടുക്കണം. റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റെൻറ്റ് കാര്യങ്ങളൊക്കെ വരും. ടൂറിസ്റ്റുകൾ ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് പിന്നെ റൂം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടല്ല നമ്മൾ ഈ യാത്ര തുടങ്ങിയത് കേട്ടോ. അതും വേണം പറയാനായിട്ട്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സ്റ്റേ എന്ന് പറയുന്നത്. ഇവൻ്റെ പരിപാടികളാണ്. ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ തമിഴ്നാട് എന്താ പറയാ 30 ദിവസം കൊണ്ട് തമിഴ്നാട് മുഴുവനും സൈക്കിളിൽ യാത്ര ചെയ്തൊരു വ്യക്തി. അപ്പോൾ നമ്മൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ടെൻ്റ് അടിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ ഇശാ നിസ്കരിച്ചിട്ട് ഇറങ്ങുന്ന നേരത്ത് ഇവിടെ ഒരു കമ്മിറ്റിക്കാരൻ ഞങ്ങളടുത്ത് പറഞ്ഞു, അവിടെ അടിക്കണ്ട, അതത്ര എന്താ പറയാ, അത്ര സേഫായിട്ട് നിങ്ങൾക്ക് കടന്നുറങ്ങാൻ പറ്റൂല. ഒരു പണി ചെയ്തോ, ഇവിടുത്തെ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പള്ളിയുടെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. സുഖമായിട്ട് ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് കടന്നുറങ്ങിക്കോ. അത് രാവിലെ പോവല്ലേ. ഇതാണ് പള്ളി വരുന്നത് കേട്ടോ. കിൽറിയ ജുമാ മസ്ജിദ്, ഹാന്തി അല്ലേ, ഹാന്തി. അപ്പോൾ ഇതാണ്, ഇവിടെയാണ് ഇത് ഹാന്തി. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സ്പോട്ട് കാണിച്ചു തരാം. നമുക്ക് അനുവദിച്ചിട്ടുള്ള സ്പോട്ട്. പക്ഷെ ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. അതാണ് എടുത്ത് പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനൊരു സ്പോട്ട്, പിന്നെ ടോയ്ലറ്റ്, ബാത്റൂം, എല്ലാ ഫെസിലിറ്റീസും നമുക്ക് എന്താ പറയുക ഒറ്റയടിക്ക് കിട്ടുകയാണ്. അത് വല്ലാത്തൊരു തന്നെയാണ്. ഇത്ര സേഫ് ആയിട്ടുള്ളൊരു സ്പോട്ട്. പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കംഫർട്ട് സോണാണ്. നമുക്ക് അത്രയും സേഫാണ്. വേറെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് പുറത്തുനിന്ന് ഉണ്ടാവില്ല. അതിപ്പോൾ പുറത്ത് റോട്ടിലൊക്കെ ടെൻ്റ് അടിച്ചു കഴിഞ്ഞാൽ പോലീസുകാരുടെ വിഷയങ്ങളുണ്ടാവും, നാട്ടുകാരുടെ വിഷയങ്ങൾ അതിനേക്കാളും കൂടുതലുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ സേഫായിട്ട് ഇപ്പോൾ ടെൻ്റ് അടിക്കാൻ പോവുകയാണ്. ഇൻ്റർലോക്ക് ചെയ്ത സ്ഥലമായതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ സെറ്റാണ്. കാരണം ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ആ ലൈറ്റ് അനങ്ങി കഴിഞ്ഞാൽ കത്തും. ആ ഒരു സൗണ്ടൊന്നുമില്ല, അനങ്ങിയാൽ കത്തില്ലേ. ആ ഇവിടെ ഇട്ടോ, ഇവിടെ ഇട്ടോ, കാണട്ടെ എൻ്റെ ടെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഞാൻ ടെൻ്റൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ. ഒരു സോളോ സഞ്ചാരിയൊക്കെ തന്നെയാണ്. പക്ഷെ ടെൻ്റ് എന്ന് പറയുന്ന സാധനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മളതിൽ
അങ്ങനെ കയറി താമസിച്ചിട്ടൊന്നുമില്ല. ഇത് ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന ട്രെൻഡാണ് കേട്ടോ, ടെൻ്റാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആൾ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാന്നുള്ളൂ. നല്ല തണുപ്പാണ് പുറത്ത്. അല്ലെങ്കിൽ നല്ല സേഫ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. ഇതാ ഷെഡ് ഉണ്ട്, മഴ കൊള്ളൂല. പക്ഷേ നല്ല മഞ്ഞായോണ്ടേ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പുതപ്പ് വെച്ചിട്ടാണ് കിടന്നുറങ്ങിയാൽ മതി. ഞാൻ ഇന്നലെയും നേരെ കിടന്നുറങ്ങാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് വിഷയങ്ങളുണ്ട്. ടെൻഡായി. അപ്പോൾ ഇതിൽ കൊതുക് കയറില്ല, ഉള്ളിക്ക് കൊതുക് കയറില്ല. ഇതിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടല്ലോ അല്ലേ? സ്പേസ് ഉണ്ട്. നിന്റെ വീടാണത്? അത് ശരി. അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റാണ്. 2 ആൾക്കൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാം. എനിക്കെന്തായാലും കുറച്ച് പണികളുണ്ട്. എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. നാളെ ഒരുപാട് കണ്ടന്റുകൾ തൂക്കാനുള്ളതാണ്. ഇതാണ് ഞങ്ങളെ വീട്. ഈ വീട് വെച്ചിട്ടാണ് ഞങ്ങൾ തെണ്ടാൻ പോണത്. എവിടെ അടിക്കാൻ സ്ഥലം തരുന്നോ അവിടെ ഞങ്ങൾ അടിക്കും. അതേപോലെ കിടന്നുറങ്ങും, സുഖം സുന്ദരം. കൊതുക് പോലുണ്ട്, അതുകൊണ്ട് കഴിച്ചിലായി. അപ്പോൾ ഞാനെന്തായാലും പുതപ്പ് സെറ്റപ്പുകളൊക്കെ എടുക്കട്ടെ. അവിടെ ബാഗ് ഉള്ളിൽ വെച്ച് കിടന്നൂടെ? തലക്ക് വെച്ചിട്ട് ഉള്ളിൽ വെക്കണം. പിന്നെ ഉള്ളിൽ വെക്കാണ്ട് രാവിലെ ബാഗിലാണ്ടായി കഴിഞ്ഞ കോമഡിയോ. എന്റെ പൊന്നിടാവേ, ഇതിനെന്തോ വെള്ളം എടുത്തോ? വെള്ളം പുറത്തതാ എടുത്തോ. അതിനെ തലക്ക്, എനിക്ക് ബാഗ് തലക്ക് വെച്ചിട്ട് ഉറങ്ങാം. ഹെൽമെറ്റ് വേണോ? അല്ല ഉള്ളിലേക്ക് വേണ്ടല്ലോ ഹെൽമെറ്റ്. അതിന് കൊണ്ടുപോകൊന്നുമില്ല, കാരണം അത് പള്ളിയുടെ കോമ്പൗണ്ടാണല്ലോ. പുറത്തുനിന്ന് ആരും അങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് ഇതാക്കൊന്നുമില്ല. പക്ഷെ നമ്മൾ അവിടെയാണ് ടെൻ്റ് അടിച്ചിരുന്നെങ്കിൽ ഒരുപാട് നമുക്ക് വിഷയം ഉണ്ടായിരുന്നു കേട്ടോ. സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റൂല. ഒരു 10-12 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ പോലീസുകാരാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെന്താ, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ധാരാളം. നീ ഒരു പണി, നീ ഇങ്ങോട്ട് കിടക്ക്, ഞാൻ അങ്ങോട്ട് കിടക്കാം. നീയല്ലേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുള്ളൂ എനിക്ക്, ഷിപ്പ് തുറക്കാനും. ശരി, ഓക്കെ. അപ്പൊ അങ്ങനെ ആവട്ടെ. അല്ലടാ, ഇജ്ജ് നാളെ നേരത്തെ എണീക്കുമ്പോ എന്നെ വിളിക്കില്ലേ? ശരി, അങ്ങനെ ആവട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ചിക്ക്മാംഗ്ലൂർ വന്നിട്ട് ഈ ഒരു പള്ളിയിൽ ഞങ്ങൾ ടെൻ്റൊക്കെ അടിച്ച് എല്ലാം സെറ്റായി. ഇനി എനിക്ക് കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളുണ്ട്. ഇവനിൽ നിന്ന് കുറച്ച് സ്കില്ലുകൾ പഠിക്കാനുണ്ട്. അതൊക്കെ ഒന്ന് ഇതാക്കി എടുത്തിട്ട് ഒരു കണ്ടന്റെങ്കിലും എഡിറ്റിങ് കഴിഞ്ഞതിന് ശേഷം വേണം എനിക്കൊന്ന് കിടന്നുറങ്ങാനായിട്ട്. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട് കേട്ടോ. 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവ ഇപ്പോൾ കിടന്നുറങ്ങും. 11 മണിയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ഉറങ്ങണം. നാളെ നേരത്തെ എണീക്കണം. നമ്മളെ എന്താ പറയുക, നേരത്തെ എണീച്ചാലാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും നടക്കുള്ളൂ. അപ്പോൾ ഇതാട്ടോ ടെൻറ്റിൻ്റെ ഉള്ളിലൊരു അവസ്ഥ എന്ന് പറയുന്നത്. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്, 2 ആൾക്കൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാം. വലിയൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പിംഗ് ബാഗ് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻ്റർലോക്കിൻ്റെ മേലെ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മേലെ ടെൻ്റ് ഇട്ടിട്ടാണ് കിടക്കുന്നത്. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല തണുപ്പ് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നുണ്ട് നിലത്തുനിന്ന്. അതൊരു വിഷയമാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നാളെ നടുവേദനയൊക്കെ ആയിട്ട് പണി കിട്ടുമോ? ഇന്ന് തന്നെ ഉള്ളൂ തണുപ്പ്, നാളെ തണുപ്പൊന്നുമില്ല. കാരണം നാളെ ചൂട്, നാളെ ഒടുക്കത്തെ ചൂടായിരിക്കും. നാളത്തെ റൂട്ടൊക്കെ ഇനി ചൂട്, ഏറ്റവും കർണാടകയിലെ ഏറ്റവും ചൂടുള്ള സ്ഥലത്ത് കൂടെയാണ് ഇനി നമ്മളെ യാത്ര വരുന്നത് റൂട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾ കിടന്നുറങ്ങാൻ പോകാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.